ഇന്ന് എല്ലാവർക്കും ഞാൻ ഒരു എൻ്റെ രാത്രി ഭക്ഷണമാണ് കാണിക്കുന്നത്. രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാത്രി ആപ്പമാണ്. ഉച്ചക്കത്തെ കടലക്കറി ഇരിപ്പുണ്ട്. ആപ്പം ഉച്ചക്കത്തെ കടലക്കറി ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാമല്ലോ. അതായത് ഞാൻ കുറേ ആയി ആപ്പം ഉണ്ടാക്കിയിട്ട്. ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുള്ളൊരു പലഹാരമാണിത്. എന്നിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന മാവ് കൊണ്ട് ഞാൻ കിണ്ണനപ്പം ഉണ്ടാക്കാറുണ്ട്, വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ പാത്രം തുരുമ്പിച്ച് കിടക്കുക. തുരുമ്പിച്ചെന്നല്ല, അത് നന്നാക്കി എടുക്കണേലൊക്കെ ഇനി പാടാം. ചിലപ്പോൾ ചുട്ടാൽ കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ദോശക്കല്ല ചുടുന്നത്. അതുകൊണ്ട് നമ്മൾ ആപ്പച്ചട്ടി ചുടുന്ന പോലെ അങ്ങോട്ട് ഷേപ്പൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഇത് ആപ്പം ഉണ്ടാകും. അപ്പോൾ ഒരു തവണ മാവ് ഒഴിക്കുക. സൈഡൊന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. സൈഡ് മാത്രം ഇങ്ങനെ സൈഡ് മാത്രം കനം കുറയും. കനം എന്നാലും കുറയില്ല കേട്ടോ. സൈഡ് മാത്രം. നമ്മൾ മറ്റേ ചട്ടിയിലാകുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് അപ്പച്ചട്ടിയിലാകുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചാൽ മതിയല്ലോ. ഇതങ്ങനെ പറ്റുന്നില്ല, ദോശക്കല്ലല്ലേ. ഈ അടപ്പിൻ്റെ പിടി അങ്ങ് പോയി കേട്ടോ. ഈ അടപ്പിൻ്റെ ഇതെല്ലാത്തിൻ്റെ പിടി, ഈ നട്ടങ്ങ് പോവും കേട്ടോ. ഇത് പിടിയില്ലാത്തതുകൊണ്ടാണ്. അപ്പച്ചമ്പിൻ്റെ നമ്മുടെ അപ്പം ചുടുന്ന അപ്പച്ചട്ടിയില്ലേ, അതിൻ്റെ മൂടിയായത്. അത് പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഇവിടെ പോയി കിടക്കുന്നു. ഇവിടെ അങ്ങനെ ഉപയോഗിക്കുന്നൊന്നുമില്ല, ആരും ഇല്ലല്ലേ, ഞങ്ങളല്ലേ ഉള്ളൂ. അപ്പം അത് കാരണം അങ്ങനെ ഇന്നപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് പാലൊഴിച്ച്, കട്ടൻ കാപ്പിക്കെന്ന് വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ പാലൊഴിച്ച് ഒരു ഗ്ലാസ് കാപ്പി, ഒരു 2 ആപ്പമാണ് ഇന്നത്തെ എൻ്റെ രാത്രി ഭക്ഷണം കേട്ടോ. കടലക്കറി മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇത് അപ്പച്ചട്ടി ചുടുന്ന പോലുള്ള ഷേപ്പൊന്നും കിട്ടില്ല, പക്ഷേ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഷേപ്പ് മാത്രം വലുതായിട്ടില്ല. അത് ദോശക്കല്ലി പരത്തുകയല്ലേ, അതുകൊണ്ടാണ്. ഇന്ന് രാത്രിക്ക് ഇനി മാഷക്ക് കഞ്ഞിയാണ്. എനിക്ക് ഇപ്പോൾ 2 അപ്പം ഉണ്ടാക്കി ബാക്കി മാവ് എടുത്ത് വെക്കാം നാളത്തേക്ക്. പിന്നെ കടലക്കറി മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ഞാനിന്ന് കൂട്ടുന്നത് തീയലാണ്. തീയൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ തീയലാണ്. നല്ല കോമ്പിനേഷൻ കേട്ടോ തീയൽ. വെണ്ടയ്ക്കായും പച്ചമുളകും ഉള്ളിയും കൂടെ വഴറ്റിയിട്ട് തേങ്ങ വറുത്തരച്ച് വെച്ച തീയലാണിന്ന്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. നോക്കട്ടെ ഇതായോ. കടലക്കറി ഇരിപ്പുണ്ടെങ്കിലും ഇന്നത്തെ എൻ്റെ രാത്രി കടല വേണ്ടാന്ന് വെച്ചു. അപ്പോൾ 2 അപ്പം ഉണ്ടാക്കി. മാഷ് കഞ്ഞിയാക്കാമെന്ന് വിചാരിക്കുക. മാഷ് എന്നും രാത്രി കഞ്ഞി വേണം. ചെറുപയറും ഇടും. ഇത്
ചിലപ്പം മാഷ് പറയും എനിക്കും കൂടി 2 അങ്ങ് ചുട്ട് തന്നേക്കാം. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചുടും. ഇത് പിടിയില്ലാത്തതുകൊണ്ട് പാടാ കുട്ടികളെ ഇതെടുക്കാൻ. ഇതെടുക്കാൻ പാടാം. നല്ല ഷേപ്പിൽ തന്നെ കിട്ടി കേട്ടോ. ഷേപ്പെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഒരിതൊന്നുമല്ല, എന്നാലും നന്നായിട്ട് കിട്ടി. അപ്പോൾ കടലക്കറിക്ക് പകരം അപ്പോൾ കാപ്പി, അപ്പോൾ കടലക്കറി ഇരിപ്പുണ്ട്, തീയലും. ഇതാണ് ഇന്നത്തെ രാത്രിത്തെ ഫുഡ്. തീ ഓഫാക്കാം. എന്നപ്പോൾ നമുക്ക് ആപ്പവും തീയലുമാണ് നമ്മുടെ ഭക്ഷണം, രാത്രി ഭക്ഷണം. വലിയ ഷേപ്പൊന്നുമില്ല കേട്ടോ, പക്ഷെ സോഫ്റ്റാണ്. സോഫ്റ്റാണ്, അങ്ങനെ കലാപരമായ ഷേപ്പൊന്നും ഇല്ല. ഒന്നാമത് നമ്മൾ ദോശക്കല്ലിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. ദോശക്കല്ലിൽ വെച്ചാണ് ഈ ആപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഉച്ചക്കത്തെ തീയലുമുണ്ട്, കടലക്കറിയുമുണ്ട്. ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ രാത്രി ഫുഡ്. അപ്പം കണ്ടോ, ചിലർ ചോദിക്കുന്ന കേട്ട് ദോശക്കല്ലി ചുട്ട് ദോശയാണോ എന്നൊക്കെ ചിലർ പരിഹസിക്കും. എല്ലാത്തിനെയും വിമർശിക്കുന്ന ചില ആളുകളുണ്ട് കേട്ടോ. നല്ല നെറ്റ് പോലെ വന്നിട്ടുണ്ട് കണ്ടോ, ഞാൻ പിടിച്ചിരിക്കുന്നുണ്ടായി ഇങ്ങനെ കണ്ടോ, നല്ല ആപ്പമാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ കമൻറ്റിൽ വന്നിട്ട് രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കിയത് പകുതി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫാക്കി. എനിക്ക് മതിയല്ലോ, മാഷ്ക്ക് 10 മണിയൊക്കെ ആകും കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടച്ചിട്ടുകൊണ്ട് തന്നെ ഞാൻ ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്തു. അതിന് ഒരു ലേഡി എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അപ്പം ശരിയാകാഞ്ഞുകൊണ്ട് അപ്പം കുളമായിപ്പോയി, അതുകൊണ്ട് കാണിക്കാഞ്ഞു വന്ന്. എന്താ പറയുക, ഇങ്ങനെ വിമർശനത്തിന് മാത്രം ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്തിനും വിമർശിക്കുന്ന ചില ആളുകൾ. പിന്നെ ഞാൻ വലിയൊരു ഷെഫും ഒന്നും അല്ല കുട്ടികളെ. ഞാനൊരു വയസ്സായ ഒരു വീട്ടമ്മ. എനിക്കാകുന്ന പോലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറയാം കേട്ടോ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടൊക്കെ ഇച്ചിരി സംസാരിക്കണം. അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു പാചകവും കാണിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ യൂട്യൂബറും ഒന്നുമല്ല. ഞാനൊരു റിട്ടയേർഡ് ടീച്ചറെ, ഒരു വയസ്സായ അമ്മ, 6 പേരക്കുട്ടികളുടെ മുത്തശ്ശിയുമാണ്. അപ്പോൾ എനിക്കാകുന്ന പോലെ എന്തെങ്കിലുമൊക്കെ, എനിക്ക് ഒന്നാമതേ കുക്കിങ്ങിനെ അല്ല, നിങ്ങളുമായിട്ട് ഇത്തിരി ഇരുന്ന് സംസാരിക്കണം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന കാണിക്കുക, അത്രയേ ഉള്ളൂ. അല്ല ഇതാർക്കും കണ്ട വലിയ ഇതിൽ നിന്ന് അറിവുകൾ നേടാനൊന്നുമല്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് ലേഡീസൊക്കെ നല്ല പാചക വിദഗ്ധരാണ്. ഞങ്ങളുടെ കാലത്തെ പാചകങ്ങളൊന്നും അല്ലല്ലോ ഇന്ന്. എനിക്ക് വല്ല തീയൽ, അവിയൽ, സാമ്പാർ, പുളിശ്ശേരി, അപ്പം, പുട്ട്, കടലക്കറി, പിന്നെന്താ ഇഡലി, ദോശ, ഇതൊക്കെയാണ് എന്നെക്കൊണ്ട് കഴിയുന്നത്. എന്നിട്ട് ഈയിടയ്ക്ക് പതിവില്ലാണ്ടാണ് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയത്. അത് പക്ഷേ കുളമായില്ല എങ്കിലും. അപ്പോൾ എനിക്കിതുവരെ ആരും എന്നെ വിമർശിച്ചൊന്നും കമൻറ്റ് വന്നിട്ടിട്ടുമില്ല. അവർക്കറിയാം ടീച്ചർ വയസ്സായപ്പം എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതായത്, അല്ലാതെ എനിക്കിതിൽ നിന്ന് ഒരു കാര്യത്തിനല്ല. നിങ്ങൾക്കറിയാം ഞാൻ എത്ര നാൾ ഇത് കൊണ്ട് പോകുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും പ്രായവുമായില്ലേ. എൻ്റെ വീഡിയോയിലൊക്കെ പോലും എൻ്റെ അതൊന്നും കറക്റ്റല്ല, ഇൻകംപ്ലീറ്റ് ആയില്ല. കാരണം എനിക്ക് ക്യാമറ വെക്കാനോ ക്യാമറ എങ്ങനെ ആക്കണം, ഇവിടെ ആണ് ഒരാളും ഹെൽപ്പിനും ഇല്ലാത്തൊരു വീടല്ലേ. ഇവിടെ കുട്ടികൾക്കോ അവർക്ക് ആർക്കും ഒന്നും ഇത് സോഷ്യൽ മീഡിയയിൽ ആർക്കും താല്പര്യമില്ലാത്തവർ അവരാരും ഇന്ന് വരെ ഞാൻ എൻ്റെ മക്കളുടെ പേരോ ഒരു ഫോട്ടോയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഈയിടയ്ക്ക് ഞാൻ 2-3 ഫോട്ടോസ് ഇട്ടിരിക്കുന്നത് എനിക്ക് പരിചയമുള്ള കുറച്ച് കുട്ടികൾ ടീച്ചറുടെ ചാനലിൽ കൂടെ ഞങ്ങളെയൊക്കെ എന്താക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ
ദൂരെയൊക്കെ ഇരുന്നുകൊണ്ട് അയച്ചെന്ന ഫോട്ടോസൊക്കെ ടീച്ചറെ ഇടണേന്നും പറഞ്ഞിട്ട്. അല്ലാതെ എൻ്റെ മക്കളുടെ ഒന്നും ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. പിന്നെ പലരും അതിന് വിമർശനം. ഇവിടെ പിന്നെ ഞാനും മാഷല്ലേ ഉള്ളൂ. മാഷ് ഇപ്പോഴും പഴയ ഫോണും കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളത് എനിക്കൊന്നും പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. തുടക്കം എനിക്കിങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങിയതാണ്. 5-6 വീഡിയോ ആകുമ്പോൾ നിർത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളെപ്പോലെ സ്നേഹമുള്ളവരെ ഒരുപാട് പേരിങ്ങനെ വന്ന് ഞാനിപ്പോൾ 3500 പോകുന്നു. 3.5K ആകാൻ പോകുന്നു എൻ്റെ സബ്സ്ക്രിപ്ഷൻ. ചിലർക്ക് ഒരു വീഡിയോയിൽ അത്രയാകും അല്ലേ. ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ 2 കൊല്ലം കൊണ്ടാത്രേ. ഇപ്പോൾ അതാ എനിക്ക് മോണിയായി. പക്ഷേ മോണിയായെങ്കിലും ഇതിൽ നിന്ന് ഇനിയും ഇൻകം വരാനോ അതിൻ്റെ എന്താ ചെയ്യേണ്ടത് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മോണിയായെന്ന് തന്നെ എന്നോട് എൻ്റെ ഒരു പിന്നെ സ്റ്റുഡൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ രാത്രി ഫുഡ് കഴിക്കട്ടെ. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമായത് കേട്ടോ. ദോശ പോലിരിക്കുന്നു, ചപ്പാത്തി പോലിരിക്കുന്നു എന്നൊക്കെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു. പെൺകുട്ടിയോ തള്ളയോ വന്ന് പറഞ്ഞു. ദോശക്കല്ലിലായതുകൊണ്ട് വലിയ ഷേപ്പില്ല, അതെനിക്കറിയാം. അത്രയല്ലേ പറ്റുള്ളൂ. എനിക്ക് അത്രയും പരിമിതികളല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് സംസാരിക്കണം നിങ്ങളുമായിട്ട് കുറച്ച്, അതിനാണ് ഞാൻ വരുന്നത്. അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാം അറിയാം. അതുകൊണ്ട് ആരും എന്നെ ഇതുവരെയും വിമർശിച്ചിട്ടില്ല. വിമർശിക്കുന്നതൊക്കെ നമുക്കിഷ്ടമാണ്, നല്ലതുമാണ്. പക്ഷെ നമ്മളെ ഒരുമാതിരി പരിഹസിക്കുന്ന രീതിയിൽ വിമർശിക്കുമ്പോൾ നമുക്കത് വിഷമമല്ലേ. അപ്പം ശരിയാകാനുണ്ട്, കുളമായതുകൊണ്ട് കാണിക്കാനാണ്. ആലോചിച്ചതൊക്കെ പറഞ്ഞ വാക്കാം. എനിക്കാണത് ഈ മൈക്ക് പോലും മര്യാദയ്ക്ക് ഉത്തറിഞ്ഞൂടാ കേട്ടോ. ഈ മൈക്ക് പോലും എനിക്ക് മര്യാദയ്ക്ക് ഉത്തറിഞ്ഞൂടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഇതായിപ്പോവും. അപ്പോൾ അത് ഓണാണെന്നൊന്നു പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കട്ടെ ഞാൻ ഇത് ഓണാണോന്ന്. ഒന്നും അറിഞ്ഞുകൂടാ, ഒന്നും അറിയാതെ ചെയ്യുകയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കാണുന്ന കേൾക്കുന്ന എൻ്റെ കുട്ടികളോട് ഞാൻ നിങ്ങളെ എൻ്റെ മക്കളായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. നിങ്ങളോടൊക്കെ എൻ്റെ ഈ പരിമിതികളൊക്കെ ക്ഷമിച്ച് എന്നെ സഹിക്കുന്ന നിങ്ങളോടെല്ലാവരോടും ടീച്ചർക്ക് ഒരുപാട് സ്നേഹം, ഒരുപാട് കടപ്പാട്. എൻ്റെ ഈ പരാധീനതകളെല്ലാം ആ രീതിയിൽ എടുക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹം. പിന്നെ ഞാൻ എന്തൊരു ചെറിയ കാര്യം ചെയ്തെന്ന് കുറച്ച് നിങ്ങളോട് വർത്തമാനം പറയും. ഞാൻ ഈ വർത്തമാനം പറയാൻ വേണ്ടി മാത്രമാണ് മക്കളെ ഇതിനകത്ത് വരുന്നത്. ആലോചിച്ച് നോക്ക്. എനിക്കൊരു ചാനലുള്ളതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളോടൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും ടീച്ചർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരുപാട് അസുഖങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഒട്ടും നടക്കാനേ പറ്റും. ഞാനിപ്പോൾ ഈ വീട്ടിനകത്ത് ഞാൻ വടി കുത്തിയാണ് നടക്കുന്നത്. എന്നാൽ വടി കുത്തി നടക്കുന്ന വല്യമ്മ എന്തിനാ വെറുതെ ഇരുന്ന് കൂടെ ചോദിക്കുന്നവല്ല. നിങ്ങളാരും ചോദിക്കുക, ചോദിക്കുന്ന വിമർശന ബുദ്ധിക്കാരൊക്കെ. നമ്മൾ ജീവിച്ചിരിക്കുന്നത്തോളം കാലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മൂലയ്ക്ക് കയറി കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മാത്രം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നതിനും എന്നോട് സഹകരിക്കുന്നതിനും നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹം, കടപ്പാട്, പിന്നെ ഒത്തിരി വാത്സല്യം. ഇതിൽ വരുന്ന മിക്കവാറും ആൾക്കാരൊന്നും എൻ്റെ പ്രായമുള്ളവർ അപൂർവം. പുതിയതായിട്ട് എന്നെപ്പോലെ ഈ 77 വയസ്സുണ്ട്. 75-ാം വയസ്സിലാണ് ചാനൽ തുടങ്ങി. ചാനലിൽ 78-80 വയസ്സുള്ളവർ കാണും. അവരൊക്കെ നേരത്തെ മുതലേ ചാനൽ തുടങ്ങിയവരാണ്. എന്നെപ്പോലെ ഈ പ്രായമായപ്പം ഒന്നും അറിയാതെ തുടങ്ങിയവരാരുമില്ല. പിന്നെ എൻ്റെ കാലത്ത് ടെക്നോളജി ഒന്നും ഇതേപോലെ ഡെവലപ്പ് ചെയ്യാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും. അതുകൊണ്ട് പരാധീനതകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെന്ന് നിർത്തുമെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നിർത്തും. ഞാനിപ്പം കഴിഞ്ഞ ദിവസം 2-3 കുട്ടികൾ എന്നോട് മെസ്സേജ് വന്ന് പറഞ്ഞു, ടീച്ചർ ഞങ്ങൾക്ക് ടീച്ചറെ ജീവചരിത്രം അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജീവചരിത്രം ഒന്നും ഇടാൻ വലിയൊരു മഹാത്മാവൊന്നുമല്ല, അത്ര സംഭവബഹുലമായൊരു ജീവിതമല്ല എൻ്റേത്. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് വല്ലതും വേണം ഞാൻ ഇടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്നെക്കുറിച്ച് ടീച്ചറെക്കുറിച്ചൊക്കെ ഇടണം. ഞങ്ങൾക്ക് ഇഷ്ടം അത് കേൾക്കാൻ. ടീച്ചർ ഔദ്യോഗിക ജീവിതം, ടീച്ചറുടെ കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകൾ, ടീച്ചർക്ക് കുട്ടികളോടുള്ളത്, കുട്ടികൾക്ക് ടീച്ചറോടുള്ളത്,
പിന്നെ ടീച്ചറുടെ പൊതുപ്രവർത്തനം. ഞാൻ NSSൻ്റെ ഒക്കെ വർക്ക് ഒരു 30 കൊല്ലം മുമ്പ് NSSൻ്റെ വർക്ക് സജീവമായിട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ ജോലി കൂടാതെ. പിന്നെ അധ്യാപകർക്ക് ക്ലാസ് എടുത്തിരുന്നു, ടീച്ചേഴ്സ് റിസോഴ്സ് പേഴ്സണുമായിരുന്നു. അതൊക്കെ അന്നത്തെ ഒരു കാലം. ഇന്നിതാ ഒന്നിനും വയ്യാതായി മൂലയ്ക്ക് വന്ന് കൂടിയിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർ നമ്മൾ ഒന്നിനും കൊള്ളാത്ത ആളാന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലതാണ് കേട്ടോ, നല്ല സോഫ്റ്റ് അപ്പം. ഈ ടർക്കി, ഈ ഹാൻഡ് കർച്ചീഫല്ലേ കുട്ടികളെ, ഇത് എന്താ ആമസോണിൽ നിന്ന് മേടിച്ചാൽ 157 രൂപയേ ഉള്ളൂ. 10 എണ്ണം ഉണ്ട്, 157 രൂപ. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാൽ കണ്ടപ്പോൾ. നമുക്ക് കൈയൊന്ന് തുടയ്ക്കാനോ, വലിയ വലിയ ടർക്കികളൊക്കെയാണ്. വലിയ ടർക്കിയും കൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് പൊക്കാനോ എടുക്കാനോ ഒക്കെ ഇത് നല്ലതല്ലേ. അത്രേ വിലയുള്ളൂ. 10 എണ്ണം ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പം, എല്ലാം ഒരു കളറായിപ്പോയി, ഒന്നിച്ചൊരു അടുക്കായിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഭയങ്കര വിഷമം. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ബീന. അവൾ ഇവിടുന്ന് പോവുകയാണ്, ബീന വീട് മാറിയിട്ട്. അതെനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ബീന വന്നു, ബീന യാത്ര പറയാൻ വന്ന് ബീനയുമായിട്ട് ഇന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്ക് വേറൊരു കുട്ടി വന്നിട്ടുണ്ട് ഇപ്പുറത്ത്. അതിന് മുമ്പിരുന്ന ലത പോയി. അവർക്ക് അവരുടെയൊക്കെ മുമ്പിൽ ഞാനാണ് പ്രായമുള്ള ആൾ, അതുകൊണ്ട് അവർക്കൊക്കെ ഒരുപാട് സ്നേഹമാണ്. ഇപ്പോൾ ശിൽവി എന്ന് പറയുന്ന കുട്ടിയും സന്തോഷം വന്നിട്ടുണ്ട്, ഹസ്ബൻഡും വൈഫും. ആ കുട്ടി RPF ഓഫീസറാണ്, പെൺകുട്ടി. അവൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക. ഇപ്പോൾ എൻ്റെ എന്താ കുട്ടികളെ, എൻ്റെ ഈ ഫോണില്ലേ ഇത് മൈക്ക് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് ഞാൻ ചെറിയ ശബ്ദത്തിൽ പറയും. പക്ഷേ ഈ മൈക്ക് എന്നെ പറ്റിക്കും. 3 മൈക്കുണ്ട്, ഓരോന്നും പകുതി പൊട്ടിയതാ കണ്ടോ. ഒന്നും അറിയില്ലെന്ന്. താഴെ പോയി. ഇതാണ് കഥ. എല്ലാം കൈ നിൽക്കിയല്ലോ കുട്ടികളെ, ഇപ്പം കയ്യിൽ നിന്നെല്ലാം താഴെ പോകും. ഇത് കഴിക്കുന്നിടം വരെ നിങ്ങളുടെ കൂടെ ഒന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ആ കാണുന്നില്ലേ, അത് നമ്മുടെ വർക്ക് ഏരിയയാണ്. കറവടയ്ക്കാൻ മറന്നുപോയി ഞാൻ അടുക്കളയുടെ. ഇനി അത് കഴിഞ്ഞാൽ അടുക്കളയുണ്ട് വേറെ, അങ്ങോട്ടൊന്നും ആരും പോകുന്നില്ല. നല്ല അപ്പോൾ കേട്ടോ, സൂപ്പർ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.